നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന രണ്ട് വീഡിയോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു എക്സാമിനും ഈ രണ്ട് പാർട്ടിൽ നിന്ന് വരാത്തൊരു ക്വസ്റ്റ്യൻസ് ഇല്ല. സോ വെരി ഇമ്പോർട്ടന്റ് ആണ് രണ്ട് വീഡിയോ. നമുക്ക് ആദ്യമായിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാർബണ് 4 ഹാൻഡ് ഉണ്ട്. ഇവിടെ എല്ലാം എന്തായിരിക്കും? ഹൈഡ്രജൻസ് ആയിരിക്കും ഫില്ലായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പം ഇതിലെ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ ജസ്റ്റ് റിമൂവ് ആയിട്ട് അവിടെ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസോ അല്ലെങ്കിൽ ഒരു ആറ്റമോ വരുവാണെങ്കിൽ നമ്മൾ ആ വരുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന്. ഓക്കെ, ഇപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ മാറിയിട്ട് ഇവിടെ OH എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇതായിരിക്കും അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരിക. ഇനി ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന അനുസരിച്ച് ഇതിന്റെ ഫിസിക്കലും കെമിക്കലും പ്രോപ്പർട്ടീസിന് എൻറ്റയർലി ചേഞ്ച് വരും. ഇനി അതുപോലെ തന്നെ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന അനുസരിച്ച് ഇതിന്റെ നെയിമിങ്ങിനും വ്യത്യാസം വരും. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യം സിമ്പിൾ ആയിരിക്കും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഏതാണെന്ന് വെച്ചാൽ ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പ് ആയിരിക്കും. അതായത് കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈഡ്രജൻ 4 വരേണ്ടടുത്ത് ഈ ഒരു ഹൈഡ്രജന് പകരം ഇവിടെ വരാൻ പോകുന്ന ഏതായിരിക്കും? OH എന്ന് പറയുന്ന ഒരു ടേം ആയിരിക്കും. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുക. ഇനി ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നെയിമിങ് ചെയ്യാന്നുള്ളത് സിമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതൊരു ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പ് ആണ്. കാരണം എന്താ? ഇവിടെ OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് നെയിമിങ് ചെയ്യാന്നുള്ളത് സിമ്പിൾ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ചെയിനെ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതായിരിക്കും ഇതിന്റെ മെയിൻ ചെയിൻ. കാരണം എന്താ? ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് കാർബൺ ഉള്ള ചെയിനെയാണ് നമ്മൾ മെയിൻ ചെയിൻ എന്ന് പറയുക. ഈ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ഇതിന്റെ മെയിൻ ചെയിൻ. ഓക്കെ, ഇതിന്റെ ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഏതായിരിക്കും? OH. ഈ പറയുന്ന OH എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും കൂടെ ആണ്. ഇതിനെങ്ങനെയാണ് ഇതിനെ നെയിം ചെയ്യുന്നതെന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. മെയിൻ ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്പറിംഗ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്നും റൈറ്റ് ടു ലെഫ്റ്റിൽ നിന്നും നമ്മൾ നമ്പർ ചെയ്യുന്നു. ഈ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഇത് കണക്ട് ആയി നിൽക്കുന്ന കാർബണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതിയതും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതും 2 ആയിട്ട് തന്നെ നമുക്ക് 2 എന്ന് പറയുന്ന പൊസിഷനെ തന്നെ എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ഇതിൽ 3 കാർബൺ ആണ്. സോ 3 എന്നുള്ളതിന്റെ വേർഡ് റൂട്ട് നമ്മൾ എഴുതുക. പ്രൊപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഫുള്ള് സിംഗിൾ ബോണ്ട് ആൻഡ് പ്രൊപ്പ് എയിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ നെയിമിങ്ങിൽ ചേഞ്ച് വരുത്തേണ്ടത്. ഈ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഈ ഇ ഉണ്ടല്ലോ, ഇത് നമ്മൾ മാറ്റുക. ഈ മാറ്റിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിമായി. പക്ഷേ നമ്മൾ എന്താ ഇതിന്റെ പൊസിഷനും കൂടെ കൊടുക്കണം. സോ ഓയിലിന് മുന്നായിട്ട് ഇവിടെ ചെറിയൊരു ഹൈഫൻ കൊടുക്കുക. അതിന്റെ പൊസിഷൻ ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സോ സെക്കൻഡ് പൊസിഷൻ ആയതുകൊണ്ട് 2 എന്ന് പറഞ്ഞു കൊടുക്കുക, ഹൈഫൻ ഇടുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ടേബിൾ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പാണ്. അതായത് OH ഉള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സോ ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പിന്റെ ബേസ് നെയിം അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറയുന്ന ഓയിലാണ്. സോ എന്താ ചെയ്യുക? ഇവിടെ ഒരു ഓയിലും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു കമ്പോണന്റിന്റെ IUPAC നെയിം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പൻ 2 ഓൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത എക്സാമ്പിള് ഈ ഒരു കമ്പോണന്റിന്റെ IUPAC നെയിം എഴുതുകയാണ്. ഓക്കെ, ഇതും ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പ് തന്നെയാണ്. കാരണം എന്താ? OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇവിടെ വന്നേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ? മെയിൻ ചെയിൻ കണ്ടുപിടിക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്മൾ നമ്പറിംഗ് ചെയ്യുന്നു. ഇനി ഇതിൽ ഏത് നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയി വന്നിരിക്കുന്ന അല്ലെങ്കിൽ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ കാർബണിന്റെ ഒരു കമ്പോണന്റ് ഉണ്ടല്ലോ, ഈ ഒരു കാർബണ് വളരെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം നമ്മുടെ പൊസിഷനായിട്ട് വരിക. സോ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ താഴത്തെ ഈ ഒരു നമ്പറിംഗ് സിസ്റ്റമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ് 4-നെക്കാട്ടും ചെറുത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്താ ഇതിന്റെ പൊസിഷൻ ഏതാണെന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്നുള്ള എണ്ണം നമ്മൾ എടുക്കുക. സോ ഇതിൽ 5 കാർബൺ ആണ്. സോ ഇതിന്റെ പേരായിട്ട് ഞാൻ പെന്റെന്ന് കൊടുക്കുന്നു. ഇനി ഇത് ഫുള്ള് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ANE വരെയുള്ളത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് കിടക്കുന്ന ഈ ഇനെ ഞാൻ റൈസ് ചെയ്യുന്നു. പകരമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഫൻ ഇടുന്നു. ഇതിന്റെ പൊസിഷൻ എത്രാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കൊടുക്കുന്നു. ഇതിൽ 2 ആണ്. സോ ഞാൻ 2 കൊടുക്കുന്നു, ഒരു ഹൈഫൻ ഇടുന്നു. ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പിന്റെ സഫിക്സ് നെയിം ആയിട്ട് വരേണ്ടത് ഓയിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് OL എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സോ ഇതായിരിക്കും ഇതിന്റെ IUPAC നെയിമായി വരിക. സോറി, ഇതിന്റെ ഇടയ്ക്ക് ഒരു T ഉണ്ട്. പെന്റൻ 2 ഓൾ എന്നായിരിക്കും ഇതിന്റെ IUPAC നെയിമായിട്ട് വരിക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്. ഇങ്ങനെ ഒരു കമ്പോണന്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ COOH എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണ് ഇതിനെ കാർബോക്സിലിക് ഗ്രൂപ്പായിട്ട് മാറ്റുക. ഓക്കെ, നമുക്കിനി സിമ്പിൾ ആയിട്ട് ഇതിന്റെ നെയിമിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം.
മെയിൻ ചെയിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക, ഇൻക്ലൂഡിങ് ഈ ഒരു കാർബണേയും നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സോ ഇതാണ് നമ്മുടെ മെയിൻ ചെയിനായിട്ട് വരിക. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബണാണ്. സോ ഞാൻ എഴുതാൻ പോകുന്നത് മെത്തായിരിക്കും. കുറച്ച് മുന്നത്തെ പോലെ നമ്മൾ ANEയും കൂടെ ആഡ് ചെയ്യുക. ഈ ലാസ്റ്റ് വന്നേക്കുന്ന ഇനെ ജസ്റ്റ് ഞാൻ എറൈസ് ചെയ്ത് കളയുന്നു. എന്നിട്ട് കാർബോക്സിലിക് ഗ്രൂപ്പ് ആയിട്ട് തന്നെ ഇതിന് കൊടുക്കേണ്ട ബേസ് നെയിം അല്ലെങ്കിൽ സഫിക്സ് ഏതാണെന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. കാർബോക്സിലിക് ഗ്രൂപ്പിന് ഞാൻ കൊടുക്കേണ്ടത് ഓയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സഫിക്സ് ആണ്. സോ ലാസ്റ്റ് എന്താ, ഞാൻ ഇവിടെ ഒരു ഓയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിന്റെ പേരെന്ത് വരും? മെത്തനോയിക് ആസിഡ് എന്നായിരിക്കും ഇതിന്റെ ഒരു നെയിമിങ് വരിക. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ മെയിൻ ചെയിനെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇൻക്ലൂഡിങ് ഈ കാർബണയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, മറന്നു പോയത്. നമ്മളപ്പം മെയിൻ ചെയിനായിട്ട് ഇതിനെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിലിനി എത്ര കാർബൺ ഉണ്ടെന്നുള്ളത് ഞാൻ എണ്ണി നോക്കുന്നു. സോ ഇതിൽ 4 കാർബൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്യൂട്ടൈൻ്റെ ഇത് കൊടുക്കുന്നു. സോ ബ്യൂട്ടൈൻ എന്ന് ഞാൻ എഴുതിയിട്ട് ഈ ലാസ്റ്റ് വന്നേക്കുന്ന ഈനെ എന്താണ് ഞാൻ എറൈസ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇനി എന്താ ഞാൻ ചെയ്യുന്നത്? കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ കാർബോക്സിലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഓയിക് ആസിഡ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഓയിക് ആസിഡ്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് ഇതിന്റെ നെയിം വരും. ഓക്കെ, കാർബോക്സിൽ ഗ്രൂപ്പിന്റെ കാര്യം മനസ്സിലായെന്ന് വരുന്നു. ഇത് നമ്മൾ അടുത്ത ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. അടുത്ത നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു C, ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞുള്ള ഓയും കാണും, ഇപ്പറ കുറച്ച് കമ്പോണൻസ് എന്തെങ്കിലും കാണും, ഇവിടെ ഒരു എച്ചും കാണും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? CHO വരുന്ന കമ്പോണൻസിനെ നമ്മൾ എന്ത് പറയും? ആൽഡിഹൈഡ് എന്ന് പറയും. ഓക്കെ, ആൽഡിഹൈഡും കാർബോക്സിലിക് ഗ്രൂപ്പും മാറിപ്പോരുത്. ആൽഡിഹൈഡ് CHO ആണ്, അതുപോലെ തന്നെ കാർബോക്സിലിക് ഗ്രൂപ്പിന് COOH ആണ്. ഓക്കെ, ഇവിടെ ഓക്സിജന്റെ നമ്പറിലാണ് വ്യത്യാസം വരുന്നത്. കാർബോക്സിലിക് ഗ്രൂപ്പിന് ഒരു ഓക്സിജൻ കൂടുതലാണ്, മറ്റേതൊന്നും കുറവാണ്. സോ ഇത് രണ്ടും ഒരിക്കലും മാറിപ്പോരുത്. ഇനി ആൽഡിഹൈഡിന്റെ നെയിമിംഗ് സിസ്റ്റം എങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പഠിക്കാനായിട്ട് എടുത്തേക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ മെയിൻ ചെയിൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നുള്ള നമ്പറിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ 5 കാർബൺ ഉണ്ട്. സോ ഞാൻ പെൻറ്റൈൻ എന്നുള്ളത് എഴുതാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ പെൻറ്റൈൻ എന്ന് എഴുതി. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ ഈനെ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇനി ഞാൻ നോക്കുന്നു ആൽഹൈൽഡ് ഗ്രൂപ്പിന്റെ ലാസ്റ്റ് വരുന്ന സഫിക്സ് ഏതാണ് അല്ലെങ്കിൽ അതിന്റെ ബേസ് നെയിം ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ആൽഡിഹൈഡിന്റെ ലാസ്റ്റ് വരുന്നത് ഈ പറയുന്ന AL ആണ്. സോ ഞാൻ ഇവിടെ എന്താ AL എന്ന് പറയുന്നതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇതിന്റെ പേരെന്തായിരിക്കും? പെന്റനാൽ എന്ന് വരും ഇതിന്റെ IUPAC നെയിം. ഓക്കെ, അപ്പൊ ആൽഡിഹൈഡിന്റെ ഇത്ര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ടേബിൾ നോക്കിയിട്ട് അതിന്റെ ബേസ് നെയിം അല്ലെങ്കിൽ സഫിക്സ് ഏതാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അതെന്താ ചെയ്യുക? ലാസ്റ്റ് വരുന്ന ഈനെ റിമൂവ് ചെയ്തിട്ട് അത് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീറ്റോ ഗ്രൂപ്പ് ആണ്. കീറ്റോ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കാർബണെ കണക്ട് ചെയ്ത് ഒരു 2 സ്ട്രക്ചർ എന്തെങ്കിലും കാണും, ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് ഒരു ഓയും കാണും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ കീറ്റോന്റെ സ്ട്രക്ചറൽ ഫോർമുല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു CO വരുന്ന കമ്പോണൻസിനെ നമ്മൾ കീറ്റോ ഗ്രൂപ്പ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് കീറ്റോ ഗ്രൂപ്പിന്റെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നെയിമിംഗ് ചെയ്യാന്നുള്ളത് നമുക്കിനി അടുത്ത പഠിക്കാം. ഇതാണ് നമ്മൾ കീറ്റോന്റെ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിൾ. ഫസ്റ്റ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ചെയിൻ ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീറ്റോ ഗ്രൂപ്പ് കിടക്കുന്ന പൊസിഷനെ നമ്മൾ കറക്റ്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ കുറച്ച് മുന്നേ ചെയ്ത പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പറിംഗ് സിസ്റ്റം ചെയ്യുക. ഓക്കെ, സോ കുറച്ച് മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ എത്ര കാർബൺ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് നോക്കുന്നു. സോ 5 കാർബൺ ആണുള്ളത്. സോ 5ന്റെ വേർ റൂട്ട് ആയിട്ടുള്ള പെന്റ് ഞാൻ കൊടുക്കുന്നു. കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ ANE കൊടുക്കുന്നു. ലാസ്റ്റത്തെ ഈനെ എന്താണ് ഞാൻ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ഒരു ഹൈഫൻ കൊടുക്കുന്നു. ഇത് ഞാൻ ചെയ്യാൻ വന്ന ഇതിന്റെ പൊസിഷൻ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഞാൻ ഈ 2 ആണ് സെലക്ട് ചെയ്യുന്നത്. കാരണം എന്താ, മണ്ടയ്ക്ക് കിടക്കുന്ന ഈ 4നെക്കാട്ടും ചെറുത് 2 ആയതുകൊണ്ട് തന്നെ ഞാൻ 2 എന്ന് പറയുന്ന പൊസിഷൻ ആയിരിക്കും ഇതിനുവേണ്ടി യൂസ് ചെയ്യുക. സോ 2 ഇടുന്നു. ഇനി കീറ്റോ ഗ്രൂപ്പിന്റെ ബേസ് നെയിം അല്ലെങ്കിൽ സഫിക്സ് നെയിം ഏതാണെന്നുള്ളതാണ് ഞാൻ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇതാണ് എന്റെ കീറ്റോ ഗ്രൂപ്പ്, CO വരുന്ന കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, ഇതിന് C ആണ് വന്നേക്കുന്നത്. സോ ഇതിനെന്താ വരുക? ONE എന്നുള്ളതാണ്. സോ ലാസ്റ്റ് എന്ത് എടുക്കുക? ONE എന്ന് കൊടുക്കുക. അപ്പൊ ഇതായിരിക്കും കീറ്റോ ഗ്രൂപ്പിന്റെ നെയിമിംഗ് ചെയ്യാനുള്ള സിസ്റ്റം. ഇതാണ് ഈ ഒരു കമ്പോണന്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ഫംഗ്ഷണൽ ഗ്രൂപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളത് സിമ്പിൾ ആയിട്ട് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലോ ഗ്രൂപ്പിന്റെ കാര്യമാണ്. ഹാലോ ഗ്രൂപ്പിൽ ഒറ്റ ഒരെണ്ണം ആയിരിക്കത്തില്ല, ഇതേപോലെ പല ഹാലോജൻ ഗ്രൂപ്പ് വരും. അതായത് ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Cl ആണ് വരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോറോ എന്ന് പറയുന്ന ഒരു നെയിം ആഡ് ചെയ്യണം. ഇനി Br ആ വരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോമോ എന്ന് പറയുന്ന ഒരു പേര് ആഡ് ചെയ്യണം. ഇനി I ആണ് വരുന്നതെന്നുള്ള ഐഡോ എന്ന് പറയുന്ന ഒരു നെയിം ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ F എന്ന് കഴിഞ്ഞാൽ ഫ്ലൂറോ എന്ന് പറയുന്ന ഒരു നെയിമിംഗ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ,
നമുക്കിനി ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് സിമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ എടുത്തേക്കുന്ന എക്സാമ്പിൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും CL എന്ന് പറയുന്ന ഒരു ഹാലോ ഗ്രൂപ്പാണ് വന്നേക്കുന്നത്. സോ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ CL വന്നു കഴിഞ്ഞാൽ ക്ലോറോ എന്ന് പറയുന്ന ഒരു സഫിക്സ് നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ എന്റെ മെയിൻ ചെയിനിനെ ഞാൻ കണ്ടുപിടിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഞാൻ നമ്പറിംഗ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് മുന്നേ യൂസ് ചെയ്ത പോലെ തന്നെ രണ്ടെണ്ണം സെയിം ആയതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, ഡൈ എന്ന് പറയുന്ന ഒരു നമ്പറിംഗ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പൊസിഷൻ പറയുകയാണെങ്കിൽ ആദ്യം വരുന്ന ബ്രാഞ്ചിന് ഏറ്റവും ലെസ് നമ്പർ കിട്ടണം. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയാലും 2 ആണ്, ഇങ്ങനെ നോക്കിയാലും 2 ആണ്. സോ ഇതിൽ ഏത് നമ്പറിംഗ് സിസ്റ്റം എടുത്താലും യാതൊരു കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ പേരെഴുതാം. മെയിൻ ബ്രാഞ്ചിൽ ഇനി എത്ര കാർബൺ ആണെന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ നോക്കേണ്ടത്. നമുക്കിനി ഇതിന്റെ നെയിമിംഗ് എഴുതാം. ഫസ്റ്റ് ഞാൻ ഇതിന്റെ പൊസിഷൻ ഏതാന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, സോ ഞാൻ 2, 3. സോ ഇതെടുത്താലും 2, 3 ആണ്, ഇതെടുത്താലും 2, 3 ആണ്. സോ 2, 3 എന്ന് കൊടുക്കുന്നു. ഹൈഫൻ ഇടുന്നു. രണ്ടെണ്ണവും സെയിം തന്നെ ആയതുകൊണ്ട് ഞാൻ ഡൈ എന്ന് പറയുന്ന ഒരു വേർഡിങ് യൂസ് ചെയ്യുന്നു. ഇനി എന്റെ കിടക്കുന്ന ഹാലോ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് CL ആണ്. സോ CL ആയതുകൊണ്ട് തന്നെ ക്ലോറോ എന്ന് പറയുന്നതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ക്ലോറോ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ടെന്നുള്ള എണ്ണമാണ് ഞാൻ അടുത്ത് പറയേണ്ടത്. 4 ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കുന്നു. സോ ഞാൻ ബ്യൂട്ട് എഴുതി ഫുള്ള് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതിൻ്റെ ഒക്കെ IPS നെയിം എഴുതുന്ന പോലെ തന്നെയാണ് നമ്മൾ ഹാലോ ഗ്രൂപ്പിന്റെ ചെയ്യേണ്ടത്. വ്യത്യാസം എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ CL ആണോ F ആണോ VR ആണോ I ആണോ വരുന്നതനുസരിച്ച് ഇതുപോലെ നെയിമിങ്ങിന്റെ പ്രിഫിക്സിന് മാറ്റം വരും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ആൽക്കോസിൽ ഗ്രൂപ്പിന്റെ കാര്യമാണ്. ഇതിന്റെ വരുവാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നെയിമിങ്ങിൽ. ഒരു O എന്തായാലും ഒരു സെൻട്രൽ പാർട്ടിൽ കാണും, അതിന്റെ അപ്പുറം ഇപ്പുറം കാര്യങ്ങൾ കാണും. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് R എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിനോട്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്സോ എന്തെങ്കിലും സംതിങ് ആയിരിക്കും വരിക. എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലോണം മനസ്സിലാവും. അപ്പം ഇതിന്റെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ നടുക്ക് എന്താ ഒരു O കാണും, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ കാണും. ഇതിന്റെ 2 പാർട്ടിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ എത്ര കാർബൺ ഉണ്ട്, 2 ആണ്. സോ 2 ആയതിന്റെ വേഡ് റൂട്ട് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നു. ഞാനപ്പോൾ ഇവന് എത്തെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ O ആയതുകൊണ്ട് തന്നെ ഓയുടെ ഓക്സി എന്ന് പറയുന്ന ഒരു ടേം കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എത്തോക്സി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് നമ്മൾ എടുക്കുക. അടുത്ത പാർട്ടിൽ എത്ര കാർബൺ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. ഇവിടെ 3 കാർബൺ ആണ്. സോ 3ന്റെ വേഡ് റൂട്ട് ഞാൻ കൊടുക്കുന്നു. സോ ഇപ്പൊ നമ്മുടെ പേര് എത്തോക്സി പ്രൊപ്പ് വരെയായി. ഇനി ഇത് ഫുള്ള് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ ANE എന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മുടെ ഫുൾ നെയിം വരുവാണെങ്കിൽ എത്തോക്സി പ്രൊപ്പൈൻ എന്ന് പറഞ്ഞായിരിക്കും പേര് വരിക. അപ്പം IPS നെയിം വരുന്ന വെരി സിമ്പിൾ ആണ്. ഇവിടെ O എവിടാണോ വരുന്നത്, O വന്നു കഴിയുമ്പോൾ അതിന്റെ അപ്പുറം ഇപ്പുറം ലെഫ്റ്റും റൈറ്റിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യമത്തേന്റെ കാർബൺ എത്ര എണ്ണം ഉണ്ടോ ആ ഒരു വേഡ് റൂട്ടിങ് കൊടുക്കുക. അതിന്റെ കൂടെ അടുത്ത വരുന്ന O ആണ്. സോ ഇവിടെ ഓക്സി എന്ന് കൊടുക്കുക. ലാസ്റ്റ് അടുത്ത വരാൻ പോകുന്ന പാർട്ടിന്റെ എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണിയിട്ട് അതിന്റെ വേഡ് റൂട്ടിങ് കൊടുക്കുക. അതിലൂടെ ANE കൂടെ ആഡ് ചെയ്യുക. ഇത്ര സിമ്പിൾ ആണ് ഇതിന്റെ ഒരു IPS നെയിം എഴുതാനായിട്ട്. അപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യാന്നുള്ളത് നിങ്ങൾ പഠിച്ചെന്ന് ഞാനിപ്പോൾ കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെരി സിമ്പിൾ ആയിട്ട് ഇതിന്റെ IPS നെയിം എഴുതാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ എന്താ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐസോമേഴ്സിന്റെ കാര്യമാണ്. ഇപ്പൊ പഠിച്ച ഈ ഫംഗ്ഷൻ ഗ്രൂപ്പും ഐസോമേഴ്സും എപ്പോഴും എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ഈ 2 വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നേരത്തെ തന്നെ അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.